ഹായ് വ്യൂവേഴ്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ. ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത് 3 കുഴിയാളയാണ്. നിങ്ങൾക്ക് ചാള വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചെറിയ മീൻ വേണമെങ്കിലും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അരപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ്. ഇവ എല്ലാം ഒരുമിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ വാട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഞവടി അതിനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ കഷ്ണത്തിലേക്ക് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ അരപ്പ് നമ്മൾ നന്നായി തേച്ച് പിടിപ്പിച്ച് അല്പസമയം ഒന്ന് മാറ്റി വയ്ക്കണം. ഈ അരപ്പ് ഇതിൽ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു അരമണിക്കൂറിന് ശേഷം ഒരു വറുക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടായതിന് ശേഷം നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഓരോന്നോരോന്നായി പറക്കി വയ്ക്കുക. വെച്ച് നന്നായിട്ട് ഫ്രൈ ആക്കാനായിട്ട് വെച്ചേക്കുക. ഇത് ഒരു വശം ഫ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത വശം തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. തിരിച്ചിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഉൾവശം വേഗത്തില്ല. പാകമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ പാകമായതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കറിവേപ്പിലയുടെയും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിച്ച് ഇട്ട് കൊടുക്കണം. കട്ട് ചെയ്ത കറിവേപ്പിലയാണ് ഇത് മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് സവാള ഒന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് വഴണ്ട് ആ ഒരു മണം അതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റുക. ഇത് ഞാൻ സർവിങ് ബൗളിലേക്ക് മാറ്റി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.